സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ തന്നെ MLA ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ് ഇപ്പോൾ സമരം നടന്ന് മണ്ഡലത്തിലെ റേഷൻ വിതരണം അവതാളത്തിലായി എന്നതാരോപിച്ചാണ് സനീഷ് കുമാർ ജോസഫ് സമരം നടത്തുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നത്. സാരംഗ്, സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം പവർ കട്ട് ഒരു പതിവ് കാഴ്ചയായി മാറുന്നു. റേഷൻ വിതരണം അവതാളത്തിലാകുന്നു. പ്രവാസി പെൻഷൻ കിട്ടാതെയാകുന്നു. സ്വകാര്യ ബസ് ഉടമകൾ സ്വകാര്യ ബസ്സുകൾ അവരുടെ സർവീസ് അവസാനിപ്പിക്കുന്നു. ഏത് മേഖലയിലാണ് എടുത്തു കാട്ടാൻ കഴിയുന്ന ഏതെങ്കിലും നേട്ടങ്ങൾ ഈ സർക്കാരിനുണ്ടോ? ഒരു കോൺഗ്രസ് MLAക്ക് തന്നെ റേഷൻ വിതരണം അവതാളത്തിലായി എന്ന് സമരത്തിലിരിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതിനപ്പുറം നാണക്കേടുണ്ടോ? 2 മാസം തികയുന്നതേ ഉള്ളൂ UDF സർക്കാർ വന്നിട്ട്. സനീഷ് കുമാർ ജോസഫ് ഇപ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, ഏതായാലും റേഷൻ വിതരണം അവതാളത്തിലായി എന്ന് ഒരു കോൺഗ്രസ് MLAക്ക് തന്നെ വിളിച്ചു പറയേണ്ടി വരുന്നുണ്ട്. കേരളത്തിലെ ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലെയും സാഹചര്യം ഇത് തന്നെയാണ്. ഏതായാലും ഒരു കോൺഗ്രസ് MLA തന്നെ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് അദ്ദേഹം ആരോപിക്കുന്നത്? സമരത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണപക്ഷത്തുള്ള കോൺഗ്രസ് MLA തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും മണ്ഡലത്തിൽ ഇത്തരത്തിൽ റേഷൻ വിതരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി അവതാളത്തിലാണ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഉപഭോക്താക്കൾക്ക് അത് റേഷൻ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വരുന്ന അരിയുടെ കാര്യത്തിലും കൃത്യമായ കണക്കും മറ്റു കാര്യങ്ങൾ അലംഭാവം. ശരി 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 സാരംഗ് തുടരുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം തത്സമയം. ഒക്കെ കഴിയുമ്പോൾ മാത്രമേ അരി വിതരണത്തിൽ അറിയിക്കും നമുക്ക്. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽ ഉദ്യോഗസ്ഥന്മാരുടെയും അന്നത്തെ മന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന് ലഭിക്കേണ്ട അരി കരാറുകാരൻ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം. അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്നത്. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മില്ലിൽ നിന്ന് തന്നെ അരി മറച്ചു വെക്കുന്ന സാഹചര്യമാണുള്ളത്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി കർശനമായ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കരാറുകാരൻ അയാൾക്ക് തോന്നിയ പോലെയാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ മാറ്റി സാധാരണ ജനങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ റേഷൻ കടക്കാരാണ്. 30-ാം തീയതി അവരുടെ കടയിലേക്ക് അരി കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് റേഷൻ വിതരണം നടത്താൻ സാധിക്കുക? സാധാരണ ജനങ്ങൾക്ക് അരി കിട്ടാത്തൊരു സാഹചര്യമാണ്. നടപടിയാവുന്നത് വരെ സമരം തുടരും. അല്ല, സമരം ഇപ്പോൾ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാവും എന്തായാലും. അതേ ഉള്ളൂ. കോൺഗ്രസ് MLA സനീഷ് കുമാർ ജോസഫ് സർക്കാരിനെതിരെ സമരമിരിക്കുകയാണ്. അവിടെ ചാലക്കുടി മണ്ഡലത്തിൽ റേഷൻ വിതരണം അവതാളത്തിലായി എന്നാരോപിച്ചാണ് MLA സമരമിരിക്കുന്നത്. എന്തായാലും സമരം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ഇടപെടട്ടെ എന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും വല്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അല്പം മുമ്പാണ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത്, ജനങ്ങൾ സഹകരിക്കണം, വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണം. ഇനിയിപ്പോൾ
പൊതുമരാമത്ത് മന്ത്രി പൊതുവിതരണ വകുപ്പ് മന്ത്രി എന്താണ് പറയാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ്. അരി കഴിക്കുന്ന ഒഴിവാക്കണമെന്നായിരിക്കും പറയാൻ പോവുക. ഏതായാലും അത്തരത്തിലുള്ള ഇനി നിരവധി കാര്യങ്ങൾ കേരളം കാണാനിരിക്കുന്നു. വലിയ കടുത്ത അനാസ്ഥ സംസ്ഥാന സർക്കാരിന്റെ UDF സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽക്കിടെ തന്നെ കറണ്ട് പോയ സാഹചര്യം, പവർക്കട്ടിന്റെ സാഹചര്യമെല്ലാം കേരളം കണ്ടതാണ്.